ഇത് നമുക്കേ കുറച്ച് മത്തൻ വിളവെടുക്കാം. മത്തനെന്ന് പറഞ്ഞാൽ കുഞ്ഞു മത്തനാണ് കേട്ടോ. എനിക്ക് നേരത്തെയൊക്കെ മത്തൻ ഇവിടെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ മത്തങ്ങയൊന്നും പിടിച്ചിട്ടില്ല. 1-2 എണ്ണമൊക്കെ പിടിച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ തവണ കുറച്ച് മത്തൻ്റെ വിത്തിട്ട് നോക്കിയായിരുന്നു. കണിമത്തനുണ്ടല്ലോ, നമ്മൾ കണി വെക്കുന്ന മത്തന വിഷുവിന്. അപ്പോൾ അതിങ്ങനെ ഇട്ട് നോക്കിയപ്പം 3-4 മത്തങ്ങ കഴിഞ്ഞ വർഷം കിട്ടി. അപ്പം ഞാൻ ഇത്തവണ കുറച്ചുകൂടെ വെറുതെ ഇട്ട് നോക്കിയാൽ അതുപോലെ പിടിക്കാമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ എല്ലാത്തിനകത്തും നമുക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നുമില്ല, പക്ഷെ നല്ല രസമാണ് അത് കാണാൻ. അതുണ്ടോ, കുഞ്ഞു കുഞ്ഞു മത്തന. മത്തങ്ങയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാം. ഇതിൻ്റെ തണ്ടൊക്കെ ഉണങ്ങിപ്പോയായിരുന്നു കുറച്ച്. അങ്ങോട്ട് കുറച്ച് കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം എടുത്തിട്ട് പിന്നെ ഒന്നുകൂടി ഇടാമെന്ന്. അപ്പം വിഷു ആകുമ്പോഴത്തേക്കിന് പെട്ടെന്ന് കാ പിടിക്കും ഇത് കേട്ടോ. കാട്ടിനകത്തെല്ലാം മണം കയറി. അതുണ്ട് ഒരുപാട് വളർന്നു പോകത്തില്ല, പക്ഷെ നന്നായിട്ട് പിടിക്കും. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആദ്യമേ കുറച്ച് തണ്ണിമത്തനിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ അങ്ങ് വല്ലാതായി പോയതുകൊണ്ട് അതിന് ഇതിനകത്തെല്ലാം ശ്രദ്ധിക്കാതിട്ടിരുന്നത്. അപ്പോൾ അത് അവിടെ എല്ലാം പക്ഷെ മത്തങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോച്ചേറി കിടക്കുന്നതുകൊണ്ട് നാളെ അപ്പോൾ ഇതെല്ലാം ഇവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും ഇതേപോലെ മത്തനൊക്കെ കൂടെ ഒന്ന് നടാമെന്ന് വിചാരിച്ചിട്ടോ ഇപ്പോൾ അങ്ങ് വീടെടുക്കുന്നത്. ശ്രദ്ധിക്കാഞ്ഞത് ആദ്യമേ ഈ തണ്ണിമത്തനൊക്കെ അങ്ങ് പോയതുകൊണ്ട്. ഇതുണ്ടോ, നമ്മൾ കഴിഞ്ഞ തവണ ഇട്ടോ തണ്ണിമത്തനാണ് കേട്ടോ. കണ്ടോ, കേടായിപ്പോയി.